രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാമത്തെ അധ്യായം. സിറിയാക്കാരനായ നാമാൻ സർവ്വസൈന്യാധിപനാണ്. അവൻ നല്ല പ്രതാപത്തിൽ ജീവിക്കുന്നവനാണ്. അവൻ നല്ല ആഡംബരത്തിൽ രാജകീയമായിട്ട് ജീവിക്കുന്നവനാണ്. പക്ഷേ അവൻ്റെ ശരീരത്തിൽ രഹസ്യമായി കുഷ്ഠരോഗമുണ്ട്. അവ വേറെ ആർക്കും അറിഞ്ഞുകൂടാ. നാമാനും അവന് ജീവിത പങ്കാളിക്കും പിന്നെ അവൻ്റെ വസ്ത്രങ്ങൾ കഴുകുന്ന ഒരു വേലക്കാരിക്ക് മാത്രമാണ് ഇതിനെപ്പറ്റി അറിവുള്ളത്. പക്ഷെ അവനറിയാം അധിക നാൾ ഈ രോഗത്തെ രഹസ്യമാക്കി വെക്കുക സാധ്യമല്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ അത് പടരാൻ വേണ്ടി ആരംഭിക്കുകയും അത് പടർന്ന് അവൻ്റെ ശരീരം അവൻ്റെ മുഖം എല്ലാം വികൃതമായിട്ട് തീരും. എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം വേണം. അപ്പോഴറിയണത് ഇസ്രായേൽ ഏലീഷ എന്ന പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ അടുത്തേക്ക് രാജാവിൻ്റെ കത്തുമായിട്ട് ചെല്ലുമ്പോൾ എലീഷ പ്രവാചകൻ പറയും, ഒരു കാര്യം ചെയ്, നീ പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ വേണ്ടി പറയും. 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. അവൻ്റെ രഹസ്യമായ രോഗം, വേറെ ആർക്കും അറിയാത്ത രോഗം, വേറെ ആർക്കും അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമുക്കും ഇതുപോലെ ചില മേഖലകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവരുടെ മുമ്പിൽ വളരെ ഭംഗിയായി നമ്മൾ നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഒരുപക്ഷെ ഒരു ദൈവഭക്തിയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു അഡ്രസ്സൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷെ ഒരാൾക്കും അറിയാത്ത ചില പാപത്തിൻ്റെ കറകൾ ഉള്ളിൽ കിടപ്പുണ്ട്. പാപത്തിൻ്റെ കറകൾ അത് നമ്മളെ ഒറ്റയ്ക്ക് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഹാമാൻ അവൻ എല്ലാ പ്രതാപത്തോടെ ജനത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും അവന് ഒറ്റയ്ക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു മേഖലയാണ് അവൻ കുഷ്ഠരോഗം. അതുപോലെ നമ്മളെല്ലാവരുടെ മുമ്പിൽ വളരെ ഭംഗിയായിട്ട് നടക്കുമെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മെ മാത്രം അസ്വസ്ഥപ്പെടുത്തുന്ന ചില പാപത്തിന്റെ മേഖലകളുണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന. വെളിപാടിന്റെ പുസ്തകം 3-ാമത്തെ വചനം, വെളിപാട് 3:1. നീ ജീവിക്കുന്നു എന്ന് നിന്നെ പറ്റി പറയുന്നു, പക്ഷെ നീ മരിച്ചവനാണ്. നീ ജീവിച്ചിരിക്കുന്നു എന്നാണ് നീ നിന്നെ പറ്റി പറയണത്, പക്ഷെ നീ മരിച്ചവനാണ്. ഒരുമിച്ച് പറയാവോ? നീ ജീവിച്ചിരിക്കുന്നു എന്നു നീ നിന്നെ പറ്റി പറയുന്നു, എന്നാൽ നീ മരിച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ അപ്പോസ്തലൻ ആ ഒരു വെളിപാട് കൊടുക്കണത്, ആ ഒരു സന്ദേശം കൊടുക്കണത് സാർദീസിലെ സഭയ്ക്കാണ്. സാർദീസിലെ സഭയ്ക്ക്, ഈ സാർദീസിലെ സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായൊരു സ്ഥലമാണ് ഈ സാർദീസ്. അതിൻ്റെ കാരണം അവിടെയുള്ള പുഴയുടെ 2 കരകളിലൊക്കെ ഈ സ്വർണം അടങ്ങിയിട്ടുണ്ട്. ഈ സ്വർണം കുഴിച്ചെടുക്കുന്ന പല സ്ഥലങ്ങൾ ഈ സ്ഥലത്തിൽ സാർദീസിലുണ്ട്. സ്വർണം കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ ആ സ്ഥലത്തെ അവിടെയുള്ള ആളുകളെ വലിയ സമ്പന്നരാക്കി മാറ്റി. അത് മാത്രമല്ല, ഈ ഈശോയുടെ കാലഘട്ടത്തിൽ ഈ കമ്പിളി വ്യവസായം, പരവതാനികൾ ഉണ്ടാക്കുന്ന വ്യവസായം, ഇതൊരു പേരുകേട്ട സ്ഥലമാണ് ഈ സാർദീസ്. എല്ലാവരുടെയൊക്കെ ആവശ്യത്തിന് പണമാണ്, ആവശ്യത്തിന് സമ്പത്ത്, ഒന്നിൻ്റെ ഒരു കുറവില്ല. എല്ലാവരും വളരെ ഭംഗിയായി നല്ല മോടിയുള്ള വസ്ത്രം ധരിച്ച് ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ അവരെ നോക്കി കർത്താവിന്റെ വചനം വെളിപ്പെടുകയാണ്. നീ ജീവിച്ചിരിക്കുന്നു എന്നാണ് നിന്നെ പറ്റി പറയണത്, പക്ഷെ കർത്താവിന്റെ ആത്മാവ് പറയണത് നീ മരിച്ചവനാണ്. കാര്യം പുറമേക്ക് നീ നന്നായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്, പക്ഷേ നിന്റെ ആത്മാവിൽ ജീർണതയുണ്ട്. നിന്റെ ആത്മാവ് ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപങ്ങൾ അതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ ആത്മാവിൽ ജീർണതയുണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന. പക്ഷേ നാമാന്റേതുപോലെ നമുക്ക് മാത്രം അറിയാവുന്ന ചില പാപത്തിന്റെ മേഖലകൾ ഉള്ളിൽ കിടപ്പുണ്ടാവും. നാമാനോട് എലീഷാ പ്രവാചകൻ പറയും, ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. എലീഷാ പ്രവാചകന്റെ വാക്ക് കേട്ട് അവൻ നേരെ രഥത്തിൽ കയറി രഥം ഓടിച്ചവനോട് പറഞ്ഞു, പെട്ടെന്ന് പുറപ്പെടുക. കാരണം എലീഷാ പ്രവാചകൻ ഈ നാമാനെ അപമാനിച്ച പോലെ തോന്നി. അത് അങ്ങനെ തോന്നാൻ കാരണം അവനറിയാം, കുളിക്കാത്തത് കൊണ്ടല്ല ഈ രോഗം വന്നത് അവനറിയാം. അതെ, ഈ ജോർദാൻ നദി എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു നദിയാണ്. അങ്ങനെ അത്ര സ്റ്റാൻഡേർഡ് നദിയൊന്നും പോലും വിളിക്കാൻ പറ്റില്ല. അത്രയും നല്ല ശുദ്ധജലവും നല്ല ഭംഗിയുള്ള സ്ഥലമൊന്നും അല്ലത് ഈ ജോർദാൻ നദി എന്ന് പറയുന്നത്. അതിനേക്കാൾ പേരുകേട്ട നദികൾ ഉള്ള സ്ഥലത്തു നിന്നാണ് ഈ നാമാൻ വരണത്. പേരുകേട്ട നദികളുള്ള സ്ഥലത്ത് നിന്ന് നാമാൻ വരണത്. അതുകൊണ്ട് അവനെ കൊച്ചാക്കുന്ന പോലെ തോന്നി. പോയി കുളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൻ നേരെ ദേഷ്യപ്പെട്ട് അവൻ്റെ രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഈ കുതിരക്കാരൻ രഥമോടിച്ചവനോട് അവന് ചോദിക്കും, യജമാനനെ കുളിക്കാനല്ലേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇതിനപ്പുറത്ത് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങ് ചെയ്യുമായിരുന്നല്ലോ, ഇത് കുളിക്കാൻ പറഞ്ഞാലല്ലേ പറഞ്ഞുള്ളൂ, ഇത്ര ദേഷ്യപ്പെടാനുള്ള കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ രഥമോടിച്ചവൻ നാമാനെ ഉപദേശിക്കും. ആ സമയത്ത് പെട്ടെന്ന് നാമാന് മനസ്സിലാവും, ശരിയാണല്ലോ,
വലിയ വിലയുള്ള കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത്. ഇന്ന് പോയി കുളിക്കാൻ 7 പ്രാവശ്യം ആ ജോർദാൻ നദിയിൽ കുളിക്കാനാ പറഞ്ഞു. അവരാണെങ്കിൽ ഈ ജോർദാൻ നദിയുടെ കരയേക്കോടെയാണ് ഈ രഥം ഓടിച്ചുകൊണ്ട് പോണത്. ഉടനെ രഥം നിർത്തി 7 പ്രാവശ്യം ആ ജോർദാൻ നദിയിൽ മുങ്ങിക്കുളിക്കും. 7ാമത്തെ പ്രാവശ്യം കുളി കഴിഞ്ഞ് അവൻ നിവരുമ്പോൾ അവന്റെ ശരീരം കുഷ്ഠം മാറി ശിശുക്കളുടേതുപോലെയായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നാമാന്റെ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, അധികാരമുണ്ട്, പ്രതാപമുണ്ട്. പക്ഷെ ഒരിക്കലും അവൻ്റെ രോഗത്തെ സുഖപ്പെടുത്തുക അസാധ്യമായ കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ഇതുപോലെ തന്നെ ആവശ്യത്തിന് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മുടെ ആത്മാവിനെ നേടിയെടുക്കാൻ ഇവയ്ക്കൊന്നും സാധ്യമല്ല. അസാധ്യമാവുന്ന കർത്താവിൻ്റെ കരങ്ങളിലൂടെയാണ്. ഈ ജോർദാൻ നദിയിൽ കുളിച്ചെന്ന് പറയുമ്പോൾ വലിയൊരു ദൈവീകമായ അർത്ഥം, ഒരു ആത്മീയമായ അർത്ഥം അതിൻ്റെ പുറകിലുണ്ട്. 7 പ്രാവശ്യമാണ് നാമാൻ അവിടെ മുങ്ങിക്കുളിക്കുന്നത്. ഒരു നിസാരമായ കാര്യം, കർത്താവിൻ്റെ കുരിശുമരണം. കർത്താവിൻ്റെ കുരിശുമരണം അത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിസാരമായ കാര്യമാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിസാരമായ കാര്യം. ലോകത്തിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ നടന്നൊരു കുരിശുമരണം അതെങ്ങനെയാണ് ലോകത്തെ മുഴുവനും പിടിച്ചു കുലുക്കുമാർ, സ്വാധീനിക്കുമാർ വളർന്ന് വലിയൊരു വടവൃക്ഷമായിട്ട് മാറുന്നത്. ഈ നാമാനെ സംബന്ധിച്ച് ജോർദാനിൽ കുളിക്ക് നിസാരമായ കാര്യമായിരുന്നു. അതുപോലെയാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ കർത്താവിൻ്റെ കുരിശുമരണം നിസാരമായ കാര്യം. പക്ഷേ ആ നിസാരമായ കാര്യത്തിൽ ലോകം മുഴുവനെയും നേടിയെടുക്കത്തക്ക വിധം വലിയ കൃപ സ്വർഗം ഒളിപ്പിച്ചു വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കൊരിന്ത്യോസ്കാർക്ക് 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം. 1 കൊരിന്ത്യോസ് 1:18. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് പുരുഷന്റെ വചനങ്ങൾ ഭോഷത്തരമാണ്, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിലേക്ക് നയിക്കുന്ന ശക്തിയാണത്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക്, ഈ ലോകത്തിന്റെ ഭാഷയിൽ ചിന്തിക്കുന്നവർക്ക് കർത്താവിൻ്റെ കുരിശിലെ ബലി ഒരു ഭോഷത്തരമാണ്. എങ്ങനെ കുരിശിൽ സ്വയം പോലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരാൾ എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കും? ലോകത്തിന്റെ മുമ്പിൽ അതൊരു ഭോഷത്തരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. റോമാ സാമ്രാജ്യത്തില് പല ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ ഇങ്ങനെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ കുഴിച്ചെടുക്കപ്പെട്ട സൈറ്റിൽ നിന്ന്, ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് ഒരു പ്രതിമ ഇങ്ങനെ കണ്ടെടുക്കുകയുണ്ടായി. ആ പ്രതിമ എങ്ങനെയാണ്? ഒരു കുരിശ്, ഒരു കല്ലിൽ കൊത്തിയ ഒരു കുരിശ്. ആ കുരിശിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ തലയല്ല കിടക്കുന്ന ആൾക്ക്, ഒരു കഴുതയുടെ തലയാണ്. ഒരു കഴുതയുടെ തലയുള്ള ഒരാൾ കുരിശിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കല്ലിൽ കൊത്തിയ ഒരു രൂപം ഇങ്ങനെ കണ്ടെടുക്കുകയുണ്ടായി. ആദ്യമ നൂറ്റാണ്ടുകളിൽ കുരിശിൽ മരിച്ചവനെ ആരാധിക്കുന്നവര് അതുപോലെയാണ് കണക്കാക്കിയിരുന്നത്. സ്വയം രക്ഷിക്കാൻ കഴിയാത്തവൻ അവൻ എങ്ങനെയാണ് മറ്റുള്ളവരെ രക്ഷിക്കണത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. വചനം ഇങ്ങനെ പറയണത്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനങ്ങൾ ഭോഷത്തരമാണ്, എന്നാൽ നമുക്കോ രക്ഷയിലൂടെ ചരിക്കും നമുക്കോ ആ ദൈവത്തിന്റെ ശക്തിയാണ്. ഒരുമിച്ച് പറയാം, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനങ്ങൾ ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കും നമുക്കോ ആ ദൈവത്തിന്റെ ശക്തി അത്രേ. ഹല്ലേലൂയ. നിസാരമാണെന്ന് വിചാരിച്ച കാര്യം നാമാൻ ചെയ്തപ്പോൾ അവൻ സൗഖ്യമുള്ളവനായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, നാമാൻ അന്ന് ചെയ്ത 7 പ്രാവശ്യം ആ മുങ്ങിക്കുളിച്ച സംഭവം അത് മാമോദീസായുടെ പ്രതീകമാണ്. പഴയ നിയമത്തിൽ മാമോദീസായുടെ പ്രതീകമാണ്. നമ്മൾ മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ നമ്മൾ മോചിതനായിട്ട് തീരുന്നു. മാമോദീസായുടെ പ്രതീകമാണ്. ആ ജോർദാനിൽ അന്ന് നാമാൻ കുളിച്ച ആ കുളി അത് മാമോദീസായുടെ പ്രതീകം. നമ്മളെല്ലാവരും ഈ പാപത്തിൻ്റെ കറയിൽ നിന്ന് മോചിതരായത് ഈ മാമോദീസ വഴിയാണ്. മാമോദീസാ ജലം നമ്മുടെ ശിരസിൽ വീണു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മൾ സ്നാനമേറ്റപ്പോൾ നമ്മുടെ ഉത്ഭവഭാവം, കർമ്മഭാവം പരിപൂർണമായി മോചിക്കപ്പെട്ടു. എങ്ങനെ മോചിക്കപ്പെട്ടു? കർത്താവ് അന്ന് കുരിശിൽ ചെയ്ത പരിഹാര ബലിയുടെ യോഗ്യതയാൽ നമ്മളെല്ലാവരും മോചിതരായിട്ട് തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ലേവ്യരുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ മനോഹരമായൊരു സംഭവം കാണാൻ സാധിക്കും. ലേവ്യരുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ മനോഹരമായൊരു സംഭവമുണ്ട്. 14-ാം അധ്യായം 1 മുതൽ വചനങ്ങൾ. ഒരു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം എങ്ങനെയായിരിക്കുന്നതിനെ പറ്റിയ വചനം. ഒരു വ്യക്തി കുഷ്ഠരോഗത്തിൽ മുക്തി പ്രാപിച്ചാൽ അവൻ ചെയ്യേണ്ട കാര്യം പുരോഹിതനടുത്തേക്കാണ് ആദ്യം പോകേണ്ടത്. അവന് രോഗം മാറിയാൽ ആദ്യം പുരോഹിതനടുത്തേക്ക് പോകണം.
പുരോഹിതനാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്. ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കാൻ വേണ്ടി ഈശോ പറയുന്നുണ്ട്. സുഖമാക്കപ്പെട്ട കുഷ്ഠരോഗിയോട് നീ പോയി പുരോഹിതനെ കാണിച്ചു കൊടുത്ത് മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക. അതെങ്ങനെയാണ് കാഴ്ച സമർപ്പിക്കേണ്ടത്? അതിനെപ്പറ്റി ഈ വചനഭാഗം 14-ാമത്തെ അധ്യായം. ഈ വ്യക്തി, സുഖമാക്കപ്പെട്ട വ്യക്തി പുരോഹിതനടുത്തേക്ക് പോകുമ്പോൾ 2 പക്ഷികളെ കൂടി വേണം കൊണ്ടുപോകാനായിട്ട്. 2 ശുദ്ധിയുള്ള പക്ഷികളെ കൊണ്ടുപോകണം. 2 പ്രാവുകളോ 2 ചെങ്ങാലികളോ കൊണ്ടുവേണം ഈ പുരോഹിതനടുത്തേക്ക് പോകാൻ. അങ്ങനെ പുരോഹിതനടുത്ത് ചെല്ലുമ്പോൾ ഈ പക്ഷികളിൽ ഒന്നിനെ പുരോഹിതൻ്റെ കയ്യിൽ കൊടുക്കും. ഈ പക്ഷികളിൽ ഒന്നിനെ അതിനെ കൊന്നിട്ട് ഒരു മൺകുടത്തിൽ ശുദ്ധിയുള്ള ജലമെടുക്കും. ശുദ്ധിയുള്ള ജലത്തിൽ ഈ കൊന്ന പക്ഷിയെ ആ ജലത്തിൽ മുക്കുമ്പോൾ ആ പക്ഷിയുടെ രക്തം മുഴുവനും ആ വെള്ളത്തിൽ കലരും. ആ ജലം രക്തവർണ്ണമായിട്ട് മാറും, ചുവന്ന വെള്ളമായിട്ട് മാറും. എന്നിട്ട് ഈ ജീവനുള്ള പക്ഷിയെ, 2 പക്ഷികളെ കൊണ്ടുപോകണം. ഒരു പക്ഷിയെ കൊന്ന് ആ വെള്ളത്തിൽ മുക്കി അത് മൊത്തം രക്തമായിട്ട് മാറി. ജീവനുള്ള പക്ഷിയെ ചെയ്യേണ്ട കാര്യം, ജീവനുള്ള പക്ഷിയെ ഒരു ചുവന്ന ചരട്, ഒരു ഈസോപ്പ് ചെടിയുടെ തണ്ട്, ഒരു ദേവദാരു മരത്തിൻ്റെ കഷ്ണം, ഇത് 3 കൂടി ചേർത്ത് ആ ചുവന്ന പക്ഷിയെ ആ രക്തം കലർന്ന വെള്ളത്തിൽ ഇങ്ങനെ മുക്കിപ്പിടിക്കണം. ഇങ്ങനെ മുക്കിപ്പിടിച്ചിട്ട് ചെയ്യേണ്ട കാര്യം, ആ പക്ഷിയെ ആകാശത്തിലേക്ക് ഇങ്ങനെ പറത്തി വിടണം. ജീവനുള്ള പക്ഷിയെ ആ രക്തത്തിൽ മുക്കി അപ്പോഴേക്കും പക്ഷിയുടെ കളറ് രക്ത കളറായിട്ട് മാറും. ആ വെള്ളത്തിൽ മുക്കി ആ പക്ഷി ആകാശത്തേക്ക് ഇങ്ങനെ പറത്തി വിടും. ഇതോടുകൂടി ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്, ഈ സുഖമാക്കപ്പെട്ട കുഷ്ഠരോഗിക്ക് ഇനി പഴയതുപോലെ സമൂഹത്തിൽ പ്രവേശിക്കാം, പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാം, ദേവാലയത്തിൽ പ്രവേശിക്കാം, ഒരു തടസ്സവുമില്ല. ഈ പക്ഷി അങ്ങനെ ആകാശത്ത് തടസ്സമില്ലാതെ പറക്കുന്നു. അതുപോലെ ഈ സുഖമാക്കപ്പെട്ട പക്ഷിക്ക് ഇതുപോലെ സമൂഹത്തിൽ വ്യാപരിക്കാം എന്നൊരു ആചാരമാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. വലിയൊരു ആത്മീയമായ വ്യാഖ്യാനം ഈ ആചാരത്തിന്റെ പുറകിലുണ്ട്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ദൈവപുത്രന്റെ കുരിശിലെ ബലിയെ പ്രതീകാത്മകമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കർമ്മമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ കുരിശിലെ ബലിയെ പ്രതീകാത്മകമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കർമ്മം. ആ ചത്ത പക്ഷി അത് കുരിശിൽ മരിച്ച കർത്താവിൻ്റെ പ്രതീകമാണ്. ആ ചത്ത പക്ഷി ഈ കുഷ്ഠരോഗിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഉള്ള ആചാരത്തിൽ ആ ചത്ത പക്ഷി അത് കർത്താവിൻ്റെ കുരിശിലെ ബലിയുടെ പ്രതീകമാണ്. ആ പക്ഷിയോടൊപ്പം എന്തൊക്കെയാണ് മുക്കണത്? ഒരു കഷ്ണം ചുവന്ന ചരട്, ഒരു കഷ്ണം ഈസോപ്പ് ചെടിയുടെ തണ്ട്, ഒരു കഷ്ണം ദേവദാരു മരത്തിൻ്റെ ഒരു കഷ്ണം. ഇത് 3 ചേർത്ത് ഇങ്ങനെ മുക്കുന്നത്. ഇതിന് 3 അർത്ഥമുണ്ട്. ഈ ചുവന്ന ചരടെന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ പീഡാസഹനങ്ങളുടെ പ്രതീകമാണ്. കർത്താവ് കുരിശിൽ ചിന്താൻ പോകുന്ന രക്തത്തിൻ്റെ, കർത്താവിൻ്റെ ശരീരത്തോടെ ഒലിച്ചിറങ്ങുന്ന, കുരിശിലൂടെ ഒലിച്ചിറങ്ങുന്ന ആ രക്തത്തിൻ്റെ പ്രതീകമാണ് ഈ ചുവന്ന ചരട്. കൂടെ മുക്കുന്ന ആ ഈസോപ്പ് ചെടി അത് യഹൂദരുടെ ആചാരങ്ങളിൽ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ ഈ ഈസോപ്പ് ചെടിയുടെ തണ്ടുമുക്കി അതിങ്ങനെ ഭവനത്തിലൊക്കെ ഇങ്ങനെ തളിക്കും. അങ്ങനെ ശുദ്ധീകരണ ആചാരത്തിന് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഈസോപ്പ് ചെടി. കർത്താവിൻ്റെ കുരിശിലെ ബലിയിലൂടെ കിട്ടുന്ന ആ ശുദ്ധീകരണത്തിന് അഭിഷേകം, വിശുദ്ധീകരണത്തിന് അഭിഷേകമാണ് ഈ ഈസോപ്പ് ചെടിയുടെ തണ്ട് സൂചിപ്പിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ചുവന്ന നൂല്, അതുപോലെ ഈസോപ്പ് ചെടി, ചുവന്നൂല് ഈശോയുടെ പീഡാസഹനം, ഈസോപ്പ് ചെടി ശുദ്ധീകരണം. അങ്ങനെ കർത്താവ് തൻ്റെ പീഡാസഹനങ്ങളിലൂടെ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചു. പീഡാസഹനങ്ങളുടെ പാപം ശുദ്ധീകരിച്ചു. 3-ാമത്തെ കാര്യം ദേവദാരു മരം. ഈ ദേവദാരു മരത്തെ നമ്മൾ കൂടെ ബൈബിളിൽ കാണും. ഈ ദേവാലയത്തിലെ പല ഉപകരണങ്ങൾ, അതുപോലെ ബലിപീഠത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം ഈ ദേവദാരു കൊണ്ട് നിർമ്മിക്കാൻ ഈശോ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ദേവദാരു കൊണ്ട് നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നത്? ഈ ദേവദാരു മരം മറ്റു മരങ്ങളെ പോലെയല്ല, പെട്ടെന്ന് അതിങ്ങനെ ദ്രവിച്ചു പോവില്ല, അതിങ്ങനെ ഈട് നിൽക്കും, അത് കുറേ നാൾ നിലനിൽക്കും. അതുകൊണ്ട് ഈ ദേവദാരു കൊണ്ട് ഈ ദേവാലയത്തിൻ്റെ കാര്യങ്ങൾ പണിയാൻ ദൈവം ആവശ്യപ്പെടുന്നത് ദേവദാരു മരം. പ്രിയപ്പെട്ടവരെ, ഈ ദേവദാരു മരത്തിന് ഒരു പ്രത്യേകമായൊരു അർത്ഥം അതിൻ്റെ പുറകിലുണ്ട്. ഒരിക്കലും ദ്രവിക്കാത്ത മരം എന്ന് പറഞ്ഞാൽ കർത്താവ് പീഡാസഹനങ്ങളിലൂടെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ചു, മരണത്തിലൂടെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ചു. എന്നാൽ മരണത്തിന് കർത്താവിൻ്റെ ശരീരത്തെ ദ്രവിപ്പിക്കാൻ കഴിഞ്ഞില്ല. കർത്താവിൻ്റെ ശരീരം അഴുകിപ്പോയില്ല,
ജീർണിക്കാൻ ഇടവന്നില്ല. നമ്മളിങ്ങനെ വായിക്കും 16-ാം സങ്കീർത്തനത്തിൽ, അവിടുന്ന് എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അവിടുത്തെ പരിശുദ്ധൻ അഴുകിപ്പോകാൻ അനുവദിക്കുകയില്ല. പീഡാസഹനത്തിലൂടെ മരണത്തിലൂടെ കർത്താവ് കടന്നുപോയെങ്കിലും ഈ ഭൂമിക്ക് കർത്താവിൻ്റെ ശരീരത്തെ ജീർണിപ്പിക്കാൻ കഴിഞ്ഞില്ല. ജീർണിക്കാത്ത ശരീരമായി അവൻ പുനരുദ്ധാനം ചെയ്യും. അതിൻ്റെ പ്രതീകമാണ് ഈ ദേവദാരു മരം. ദേവദാരു മരം ഈ ആചാരത്തിൽ അതിനൊപ്പം മുക്കുന്ന ദേവദാരുവിൻ്റെ കഷ്ണം സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ ഉത്ഥാനമാണ്. ചുവന്ന നൂല് കർത്താവിൻ പീഡാസഹനം, ഇസോപ്പ് ചെടി, ഈ പീഡാസഹന മരണത്തിലൂടെ കർത്താവ് നമ്മെ പാപങ്ങളെ ശുദ്ധീകരിച്ചു. ശുദ്ധീകരണത്തിന് ശേഷം, കർത്താവിൻ്റെ മരണത്തിന് ശേഷം 3-ാം നാൾ ജീർണതയെ പരാജയപ്പെടുത്തി, മരണത്തെ പരാജയപ്പെടുത്തി കർത്താവ് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ പക്ഷിയുടെ രക്തത്തിൽ മുക്കിക്കൊണ്ട് ആ ജീവനുള്ള പക്ഷിയെ ആകാശത്തിലേക്ക് പറത്തിവിടുമ്പോൾ ആ പക്ഷിയുടെ നിറം മുഴുവനും രക്തവർണ്ണമായിട്ട് മാറും. ഈ പക്ഷി എവിടെങ്കിലൊക്കെ ചെന്നിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കും, അമ്മ ഇതെന്ത് ഈ പക്ഷി ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ ചുവന്ന കളറ്, ഇതെന്ത് ഈ പക്ഷിക്കൊരു പ്രത്യേകത? അമ്മ പറയും, മോനെ ഏതോ ഒരു കുഷ്ഠരോഗി അവന് രോഗത്തിന് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, അവന്റെ സൗഖ്യം പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെ അടയാളമാണ് ഈ ചുവന്ന കറ പിടിച്ച് ഈ പക്ഷി അമ്മമാര് പറഞ്ഞു കൊടുക്കും. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ആ കുഷ്ഠരോഗിക്ക് സുഖം പ്രാപിച്ച് കുഷ്ഠരോഗിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അവിടെ പരിഹാര ബലിയായ പക്ഷി അത് ഈശോയുടെ പ്രതീകമാണ്, ഈശോയുടെ പ്രതീകമാണ്. എപ്പോഴൊക്കെ കുരിശു രൂപത്തിലേക്ക് നോക്കുമ്പോൾ ചിന്തിച്ചേക്കണം, ഞാനിപ്പോ കൃപയോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എനിക്ക് പരിഹാര ബലിയായി ജീവൻ അർപ്പിച്ചൊരു കർത്താവുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ നേടിയെടുക്കാൻ വേണ്ടി, നരകത്തിന്റെ വായിൽ നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ, പിടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി പരിഹാര ബലിയായി കർത്താവിന് മുമ്പിൽ നമ്മളിപ്പോൾ ആയിരിക്കണത്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. പാപത്തിന്റെ കറയിൽ നിന്ന് ആർക്ക് നമ്മെ വീണ്ടെടുക്കാൻ പറ്റും? പാപത്തിന്റെ അടിമത്തിൽ നിന്ന് ആർക്ക് നമ്മെ വീണ്ടെടുക്കാൻ പറ്റും? രക്ഷകനായ ഈശോയ്ക്ക് മാത്രം. മനുഷ്യകുലം മുഴുവൻ പാപം ശിരസ്സിലേറ്റി കുരിശിൽ പരിഹാര ബലിയായി അവസാനത്തുള്ളി രക്തം പോലും നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ചൊരിഞ്ഞ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നേ ദിവസം ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? ഈ കുഷ്ഠരോഗം അതിന് എത്രമാത്രം വ്യാപ്തി നമ്മുടെ ആത്മാവിലുണ്ട്. പാപത്തിന്റെ കറ എന്തുമാത്രം നമ്മുടെ ഉള്ളിലുണ്ട്. ചിലപ്പോൾ ചില പാപങ്ങളെ നമ്മൾ രഹസ്യമായിട്ട് അത് സൂക്ഷിക്കും, തിരുത്താൻ പലപ്പോഴും പരിശുദ്ധാത്മാവോ പറയും, പക്ഷേ നമ്മൾ ചെവി കൊള്ളാതെ ആ പാപവുമായി മുമ്പോട്ട് പോകും. ക്ഷമിക്കാൻ പലപ്പോഴും പരിശുദ്ധാത്മാവ് പറയും, പക്ഷേ നമ്മൾ തോൽക്കുമെന്ന് വിചാരിച്ച് ആ വെറുപ്പുമായി വിദ്വേഷമായി നമ്മൾ മുമ്പോട്ട് പോകും. ക്ഷമ ചോദിക്കാൻ പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവ് പറയുന്ന മോട്, പക്ഷെ അപ്പോഴും നമ്മൾ ചെറുതാകുമെന്ന് വിചാരിച്ച് നമ്മൾ മുമ്പിൽ കുനിയാതെ നമ്മൾ മുമ്പോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, പാപ കുഷ്ഠരോഗം പോലെയാണ്. ഇന്ന് കാണുന്ന അവസ്ഥയായിരിക്കില്ല നാളെ. അത് വ്യാപ്തി കൂടും, അത് കൂടുതൽ വികൃതമായിട്ട് തീരും. അത് നമ്മുടെ ആത്മാവിന് മുഴുവൻ ഭംഗി നഷ്ടപ്പെടുത്തി കളയും, മുഴുവൻ ഭംഗി നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആ പാപത്തിന്റെ കറകളെ കുമ്പസാരക്കൂട്ടിൽ അത് അനുദപിച്ച് ശുദ്ധീകരിക്കുവാൻ, കഴുകിക്കളയുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കുമ്പസാരക്കൂട്ടിൽ എന്താ സംഭവിക്കണത്? കുമ്പസാരക്കൂട്ടിൽ എന്താ സംഭവിക്കണത്? നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി കർത്താവ്, കുഷ്ഠരോഗി സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പരിഹാര ബലിയായ ആ പക്ഷി, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പരിഹാര ബലിയായി ചത്തുപോയ ആ പക്ഷി, കർത്താവ് കുരിശിൽ ചെയ്ത ആ പരിഹാരത്തിന്റെ അഭിഷേകം, പരിഹാര ബലിയുടെ അഭിഷേകം നമ്മുടെ മേൽ സമൃദ്ധമായി സ്വർഗം ചൊരിയണ സമയമാണ് കുമ്പസാരത്തിന്റെ സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പരിഹാര ബലിയായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, ജീവിതം കൊണ്ട് കൃതജ്ഞത അർപ്പിക്കാം. എപ്പോഴെല്ലാം കുരിശിലേക്ക് നമ്മൾ നോക്കുന്നു, ഉടനെ നമ്മൾ ചിന്തിച്ചേക്കണം, നമ്മൾ ധ്യാനിച്ചേക്കണം, എൻ്റെ പാപത്തിന് പരിഹാര ബലിയായ എൻ്റെ കർത്താവ്. ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ബലിപീഠത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ചിന്തിച്ചേക്കണം, എൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലിയാണ് ഇവിടെ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിലെ പൂർവികരുടെ പാപത്തിൻ്റെ പരിഹാര ബലിയാണ് ഇവിടെ അൾത്താരയിൽ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.